ഹായ് ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇല്ലസ്ട്രേറ്ററിനകത്ത് എങ്ങനെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും അതുപോലെ തന്നെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ വർക്ക് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു വെൽക്കം സ്ക്രീൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ താഴെ എങ്ങനെ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം, അത് ഫാസ്റ്റായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോൾ A4 ഷീറ്റ് ഉണ്ട്, പോസ്റ്റ് കാർഡ്, ഇങ്ങനെയുള്ള കുറേ ഇത് കഴിഞ്ഞ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തേക്കുന്ന പോലെ തന്നെ സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും. അതല്ല നമുക്കൊരളവ് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്, കസ്റ്റം സൈസ് എന്നുള്ള രീതി. അപ്പോൾ ഒരു പുതിയൊരു വിൻഡോ വരും, നമുക്കിവിടെ കൊടുക്കാം. അതല്ല എങ്കിൽ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ന്യൂയെ ക്ലിക്ക് ചെയ്താലും മതിയാകും. നമുക്ക് നമ്മുടെ നേരത്തെ ചെയ്ത ഫയലുകൾ വർക്ക് ഫയൽ എടുക്കണേ ഇവിടെ ഓപ്പണേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂയെ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ ന്യൂയെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വന്നു. ഇതിനകത്ത് നമ്മൾ റീസെൻ്റ്ലി ചെയ്ത അളവുകൾ ഇവിടെ കാണാം, അതേ ക്ലിക്ക് ചെയ്തിട്ട് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ല സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അളവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം. മൊബൈൽ സ്ക്രീന്, വെബ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പിനകത്ത് എന്താണോ ഉള്ള സെയിം അതുപോലെ തന്നെയാണ് ഡിഫോൾട്ടായിട്ടുള്ള അളവുകൾ ഇവർ തരുന്നു. ഓക്കെ, അതെല്ലാം നമുക്കായിട്ട് അളവ് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മുടെ പേര്, നമുക്കിവിടെ ഡോക്യുമെൻറ്റിൻ്റെ പേര് ഏതാണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ വിട്ടും കാര്യങ്ങളൊക്കെ, നീളവും വീതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അത് ഏത് യൂണിറ്റിലാണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിനകത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ യൂണിറ്റ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ യൂണിറ്റ് അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ, നീളത്തിൽ ലാൻഡ്സ്കേപ്പ് ആണോ പൊർട്രേറ്റ് ആണോ എന്നുള്ള രീതി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ആർട്ട് ബോർഡ്, അതായത് എത്ര പേജുകൾ എന്നുള്ള രീതി, ഇതിനകത്ത് പേജ് എന്നല്ല ആർട്ട് ബോർഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് വരയ്ക്കുന്നതല്ലേ, അല്ലെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആർട്ട് ക്രിയേഷനാണിത്, അതുകൊണ്ടാണ് ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 200ഓളം പേജുകൾ ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ പോലും നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ സിസ്റ്റം. നമ്മളിപ്പോൾ 200 കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരം ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം പെർഫോമൻസ് കുറവുള്ളതാണെങ്കിൽ ലാഗാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി ചെയ്യുക. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പ്രിൻറ്റിന് വേണ്ടിയാണെങ്കിൽ ആ എഡ്ജിൽ വൈറ്റ് കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ബ്ലീഡ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 2 പേജ് വെച്ചിട്ടുണ്ട്. ആ പേജിനകത്ത് നോ ബ്ലീഡും ഉണ്ട്, ബ്ലീഡും ഉണ്ട്. അപ്പോൾ ഈ നോ ബ്ലീഡ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഡിസൈൻ ഇതായിരിക്കും വരുന്നത്. നമ്മൾ ബ്ലീഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗം, അതായത് വെളി വെച്ചിട്ടായിരിക്കും ട്രിം ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്, അതായത് പ്രിൻറ്റിങ് യൂണിറ്റ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബാക്കി പോർഷൻ വൈറ്റ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം അത് പ്രിൻ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, എഡ്ജിലെല്ലാം വൈറ്റ് കയറി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസൈൻ ചെയ്ത ശേഷം ആ എഡ്ജിലേക്ക്, ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായാലും ശരി, ബ്ലീഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതൊരു 0.3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 മില്ലിമീറ്റർ, 0.125 ഇഞ്ച് എന്ന് വേണേൽ പറയാം, സ്റ്റാൻഡേർഡ് റേഷ്യോ. അത്രയും ഭാഗം എന്ത് ചെയ്യും, നമ്മൾ തള്ളി കൊടുക്കുക. എഡ്ജിൽ തള്ളി കൊടുക്കുമ്പോൾ നമ്മൾ വരുന്ന ആ എഡ്ജിൽ വരുന്ന ഡിസൈനുകളൊക്കെ എന്ത് ചെയ്യണം, ഇപ്പം ഇമേജ് ആയാലും ശരി, കളറായാലും ശരി, വേറെ എന്തെങ്കിലും പാത്തോ എന്തുമായാലും ശരി, അവിടോട്ട് എന്ത് ചെയ്യണം, തള്ളി വെക്കണം. അങ്ങനെ തള്ളി വെക്കുവാണെങ്കിൽ ഇൻ കേസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് വരത്തില്ല, ആ ഇമേജ് കയറി വരത്തുള്ളൂ. ഓക്കെ അല്ലേ, അതിനു വേണ്ടിയാണ് നമ്മൾ ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലീഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പോയിൻ്റ് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, മില്ലിമീറ്ററോ ഇഞ്ചോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മില്ലിമീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ചെയിൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കളർ മോഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, CMYK ഉണ്ട്, RGB ഉണ്ട്. CMYK പ്രിൻ്റ് ഉപയോഗത്തിനും, RGB ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വെബിൻ്റെ ഡിസൈനുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ റാസ്റ്റർ എഫക്റ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എത്രയാണ് അതിൻ്റെ ക്വാളിറ്റിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് 300 ആണ്. പ്രിൻ്റൊക്കെ ആണെങ്കിൽ 300 കൊടുക്കാം. പ്രിൻ്റ് തന്നെ നമുക്ക് വലിയ വലിപ്പമൊന്നും വേണ്ടാത്തതാണ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മീഡിയം കൊടുക്കാമെന്നാണ് 150. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ബേസ്ഡ് ആണെങ്കിൽ, അതായത് ഇൻ്റർനെറ്റ് പർപ്പസ് അല്ലെങ്കിൽ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ, വെബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ എന്തെയോ ആയിക്കോട്ടെ, അതിനകത്തൊക്കെയാണ് യൂസ് ചെയ്യുമെങ്കിൽ സ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 36 വളരെ ചെറിയ സാധനങ്ങൾ, മൈന്യൂട്ടുള്ള പാറ്റേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 36 കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രിവ്യൂ മോഡുണ്ട്, നമ്മൾ കാണിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഡിഫോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പാത്തുകളും കാര്യങ്ങളും സെലക്ഷനും എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യാൻ നേരം തന്നെ അതിൻ്റെ ഒരു ഫ്രെയിം കാണിക്കും, നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കാണാൻ പറ്റും അതൊക്കെ. അതുപോലെ തന്നെ എന്നാൽ പിക്സലാണ്, നമ്മൾ സൂമിൻ ചെയ്യുമ്പോൾ പിക്സൽ ബേസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. സൂമിൻ ചെയ്യുമ്പോൾ സ്ക്വയർ, അതായത് ഫോട്ടോഷോപ്പിനകത്ത് എങ്ങനെയാണോ സൂമിൻ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ കാണാം. പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ പാത്തുകളൊന്നും കാണാൻ പറ്റത്തില്ല, എന്നാൽ കളർ മാത്രം കാണാം. അതായത് സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ ആവുന്നൊന്നും കാണത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഗൈഡുകൾ കാണത്തില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളല്ല. അത് പ്രിവ്യൂ മോഡ്, അതായത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒരു ഓവർ പ്രിൻറ്റിൽ അത് പ്രിവ്യൂ മോഡ് കാണിച്ചു തരും.
ഓക്കെ, ഇപ്പോൾ ഞാൻ ഡിഫോൾട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു വിൻഡോ പോലെ വരും. അതിനകത്ത് ഇതേ സെയിം സാധനം തന്നെ ആയിരിക്കും. എക്സ്ട്രാ കാണിക്കുന്നത് എന്താണ്, ഇതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളും, ഇല്ല ഇത് ലെഫ്റ്റും റൈറ്റും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്. ആർട്ട് ബോർഡ് കൊടുക്കാൻ നേരം 10 ആർട്ട് ബോർഡ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരണം, അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരണം, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ്, ആ ആർട്ട് ബോർഡിന് എത്ര സ്പേസിങ് വേണോ, അത് കോളമായിട്ട് തിരിക്കണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് കൊടുത്താൽ നമ്മുടെ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ബ്ലേഡ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റെഡ് രീതിയിൽ കാണിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇത് ഹോം പേജ്, നമ്മുടെ പഴയ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ടൈറ്റിൽ നമുക്കറിയാവുന്നതാണ്. ഇത് സെയിം, അതുപോലെ തന്നെ മെനു ബാർ, ഇത് കൺട്രോളാണിത്, ഇത് ടൂൾസ്, ഇത് നമ്മുടെ പ്രോപ്പർട്ടീസ്, ലേയേഴ്സ്, അതെല്ലാം വരുന്ന പാനലുകളാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന മിനിമൈസ് മാക്സിമൈസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിവിടെ കണ്ടില്ല എങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൺട്രോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓഫാക്കി കൊടുക്കുക, വീണ്ടും വന്ന് ഓണാക്കി കൊടുക്കാം. അതുപോലെ ടൂൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൂൾ ബാറിനകത്ത് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് ടൂൾസാണ്, അഡ്വാൻസ്ഡ് വേണോ ബേസിക് വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ കൂടുതൽ ക്ലാസ്സിൽ പറഞ്ഞു തരാം, ഇത് കൺട്രോളിന് എന്തിനാണ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്സ്.